കൊല്ലം ജില്ലാ ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് സഹകരണ സംഘത്തിൽ 4.5 കോടി രൂപയുടെ സാമ്പത്തിക ക്രമക്കേട്. ജില്ലാ ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് സഹകരണ സംഘം ക്ലിപ്തം നമ്പർ Q 1587 4.5 കോടിയിലധികം രൂപയുടെ ക്രമക്കേട് നടന്നതായി അന്വേഷണ റിപ്പോർട്ട്. നിലവിലെ ഭരണസമിതി പ്രസിഡന്റിന്റെ നേതൃത്വത്തിലാണ് സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തിയതെന്നാണ് ആരോപണം. ജില്ലയിലെ CPM നേതാവിന്റെ പിന്തുണയോടെയാണ് ക്രമക്കേടുകൾ നടന്നതെന്നുള്ള ആക്ഷേപവും ശക്തമാണ്. ശക്തികുളങ്ങര അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസിലെ സീനിയർ ഇൻസ്പെക്ടർ സഹകരണ രജിസ്ട്രാർക്ക് സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടിലാണ് ക്രമക്കേടുകൾ കണ്ടെത്തിയിരിക്കുന്നത്. അന്വേഷണ വിഷയവുമായി ബന്ധപ്പെട്ട് സംഘത്തിന്റെ നിയമാവലി, മിനിറ്റ്സ് ബുക്ക്, നാൾവഴി, മറ്റു രജിസ്റ്ററുകൾ, റെക്കോർഡുകൾ, അനുബന്ധ രേഖകൾ, സെക്രട്ടറിയുടെയും മറ്റു ജീവനക്കാരുടെയും മൊഴികൾ തുടങ്ങിയവ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. നിക്ഷേപം, വായ്പ, GDCS പ്രവർത്തനങ്ങൾ എന്നിവ ചട്ടം ലംഘിച്ച് നടത്തി, വ്യവസ്ഥകൾ പാലിക്കാതെയും മതിയായ രേഖകളുടെ അഭാവത്തിലും വായ്പ നൽകി, ഭരണസമിതിയും സെക്രട്ടറിയും കേരള സഹകരണ സംഘം നിയമം, ചട്ടം, സംഘം, നിയമാവലി എന്നിവയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചു തുടങ്ങിയ ക്രമക്കേടുകളാണ് നടന്നിട്ടുള്ളത്. വലിയ തോതിലുള്ള നഷ്ടം നേരിട്ടപ്പോഴാണ് ഓൾ കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷന്റെ പരാതിയിൽ അന്വേഷണം ആവശ്യപ്പെട്ടത്. എന്നാൽ റിപ്പോർട്ട് നൽകിയിട്ടും കുറ്റക്കാർക്കെതിരെ യാതൊരുവിധ നടപടിയും ഉണ്ടായില്ല എന്ന ആരോപണവും ശക്തമായി നിലനിൽക്കുകയാണ്. സംഘത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്കും അംഗങ്ങളുടെ താൽപര്യത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ച് സംഘത്തിന്റെ സൽപ്പേരിന് കളങ്കം വരുത്തി സംഘത്തിന് ഭീമമായ നഷ്ടം വരുത്തി വെക്കുകയും ചെയ്തുവെന്നും കണ്ടെത്തിയിട്ടുണ്ട്. കൂടാതെ വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന സഹകരണ സംഘത്തിന് കെട്ടിടം നവീകരിക്കാൻ എന്ന പേരിൽ തുക ചിലവാക്കി. AKGയുടെ പേരുള്ള വാടക കെട്ടിടത്തിലാണ് സംഘം പ്രവർത്തിക്കുന്നത്. ഇതിന്റെ മെയിന്റനൻസിന് 9 ലക്ഷത്തിലധികം രൂപയാണ് ചിലവഴിച്ചിരിക്കുന്നത്. വാടക ഇനത്തിലും ലക്ഷങ്ങൾ എഴുതിയെടുത്തു. എന്നാൽ ഉടമയ്ക്ക് 1 രൂപ പോലും നൽകിയില്ല. നിയമവിരുദ്ധമായി അംഗങ്ങളെ ചേർക്കുകയും നിയമം ലംഘിച്ച് കുടിശ്ശികയുള്ളവർക്കും ലോൺ നൽകുകയും ചെയ്തു. സെക്യൂരിറ്റി സ്വീകരിക്കാതെ ലോൺ കൊടുക്കുകയും ചട്ടവിരുദ്ധമായി നിക്ഷേപം സ്വീകരിക്കുകയും ചെയ്തു. ഒരാൾക്ക് കൊടുക്കാവുന്ന ലോണിന്റെ പരമാവധി 15 ലക്ഷമായിരുന്നിട്ടും സംഘത്തിൽ നിന്ന് 2 കോടി രൂപ വരെ വായ്പ അനുവദിച്ചുവെന്നും ആരോപിക്കുന്നു. മാത്രമല്ല, നടപടിക്രമം പാലിക്കാതെയാണ് നിലവിലെ പ്രസിഡന്റിനെ തെരഞ്ഞെടുത്തതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. 1969 കേരള സഹകരണ നിയമം, ചട്ടം, ബഹുസഹകരണ സംഘം രജിസ്ട്രാറുടെ സർക്കുലർ, നിർദ്ദേശങ്ങൾ, വ്യവസ്ഥകൾ എന്നിവ പാലിക്കാതെയാണ് സംഘത്തിൽ നിക്ഷേപം, ഗ്രൂപ്പ് ഡെപ്പോസിറ്റിംഗ് സ്കീം, വായ്പാ പ്രവർത്തനങ്ങൾ എന്നിവ നടത്തിയിട്ടുള്ളതെന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു. പരാതി പ്രകാരം നടത്തിയ പരിശോധനയിൽ 4.53 കോടി രൂപയുടെ സാമ്പത്തിക ക്രമക്കേടാണ് നടത്തിയിട്ടുള്ളതെന്നാണ് ബോധ്യപ്പെട്ടിട്ടുള്ളത്. Q 1587 കൊല്ലം ജില്ലാ ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് സഹകരണ സംഘം ക്ലിപ്തത്തിൽ കേരള സഹകരണ നിയമം വകുപ്പ് 65 പ്രകാരമുള്ള അന്വേഷണം നടത്തി റിപ്പോർട്ട് 1964 കേരള സഹകരണ നിയമപ്രകാരമുള്ള തുടർ നടപടികൾക്കായി സമർപ്പിക്കുന്നു എന്നാണ് റിപ്പോർട്ടിൽ പറഞ്ഞു വെക്കുന്നത്. ജില്ലയിലെ തന്നെ ഒരു CPM നേതാവിന്റെ ഒത്താശയോടെയാണ് ഇതെല്ലാം നടക്കുന്നതെന്നും അയാളുടെ നിയന്ത്രണത്തിലാണ് ഭരണസമിതിയുടെ അധികാരികൾ പ്രവർത്തിക്കുന്നതെന്നും ആക്ഷേപമുണ്ട്. മുൻപ് ഇതുപോലെ കൂടുതൽ തുക വേതനം എഴുതിയെടുത്തിരുന്ന ഭരണസമിതി പ്രസിഡന്റിന് തുക മുഴുവൻ തിരിച്ചടക്കേണ്ടതായി വന്നു. ഇതിന് പിന്നാലെയാണ് സഹകരണ സംഘത്തിന് മറവിലെ കൊള്ള. സഹകരണ നിയമപ്രകാരമുള്ള നടപടികളുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് അധികൃതരുടെ തീരുമാനം. അതോടൊപ്പം റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് സഹകരണ വകുപ്പ് ഭരണസമിതി അംഗങ്ങളുടെ വിശദീകരണവും ആവശ്യപ്പെട്ടിട്ടുണ്ട്.